പവി സർ. ആ സർ. താഴത്തെ ഫ്ലോറെല്ലാം അറേഞ്ച് ചെയ്തിരിക്കല്ലേ? ആ, അത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് സർ. ഞാൻ ലഗേജ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ ഇവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക. ശരി സർ, വരൂ. ചെല്ലാൻസി, ഞാൻ ഇതിനൊരു റിപ്ലൈ കൊടുക്കട്ടെ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി തുറന്നു പറയാലോ. ആ കൊച്ചാ, ചെല്ല. പല്ലവിയോ? ആ കുഞ്ഞമ്മ. നീ എങ്ങനെ ഇവിടെ വന്നേ? സാറിനെ വിളിച്ചായിരുന്നു. കുഞ്ഞമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ തോണിക്കരയ്ക്ക് പോയേനെ. വാ. പല്ലവി, കുഞ്ഞുങ്ങളെ പോയി കണ്ടായിരുന്നോ? ഇന്നലെ ഞാൻ അവരെ സ്കൂളിൽ പോയി കണ്ടായിരുന്നു. ദേ സെൽഫി എടുത്തിട്ടുണ്ട്. ഹലോ, ഇപ്പം സ്കൂളിലൊക്കെ പോയി തുടങ്ങിയല്ലേ? ഇന്നലെ തൊട്ട് പോയി തുടങ്ങി. അപ്പൊ അവന് നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? വോക്കർ വെച്ചാ പോന്നെ. ഇന്നലെ സ്കൂളിലും അങ്ങനെ പോയേ. പിന്നെ കുഞ്ഞമ്മ, ആ ജസ്റ്റിൻ്റെ വീഡിയോ ഇല്ലേ, അത് വന്നതിന് ശേഷം ഋഷിയുടെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തതും ആളെ ഇറക്കിയതും ഒക്കെ അവനാന്നാ പറഞ്ഞേ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചിട്ടാ പോയേക്കുന്നേ അവൻ. എല്ലാത്തിനും മുമ്പ് ചിറ്റപ്പനാ. അതാ പ്രശ്നം. എന്ത് വേണേലും ചെയ്യട്ടെ, നമ്മളങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല മോളെ. അതെ, രണ്ടുപേരും ഒന്ന് വാ. കിച്ചണൊക്കെ ഒന്ന് കാണണ്ടേ? ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം. വാ വാ. ആ മോളെ, പുറത്തോട്ട് വല്ലതും വാങ്ങിക്കാനുണ്ടോ? ഞാൻ ഷർട്ടൊക്കെ അങ്ങ് മാറ്റി. കൊച്ചപ്പനൊരു ഷർട്ട് എടുത്തിട്ടൂടെ? അതെന്നാ മോളെ, നാട്ടിൽ നിൽക്കുന്ന പോലെയാണോ സാറിന്റെ ഓഫീസിൽ നിൽക്കുന്നത്? ഓ അത് ശരി, ഞാനതങ്ങ് മറന്നു. സാറിനുള്ള ഫുഡൊക്കെ ഇവിടെയാണോ പ്രിപ്പയർ ചെയ്യുന്നേ? ഇല്ല, ചിലപ്പോഴൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കും. ഇപ്പൊ എല്ലാ ആപ്പും ഉണ്ടല്ലോ. ആരോ വന്നു. ആരോ ബെല്ലടിക്കുന്നേ. ഞാൻ ഇപ്പൊ വരാം, നിങ്ങളിത് നോക്കി. ശരി മോളെ, ഇതൊന്ന് കഴിവെച്ചോ. തേയില എവിടെ? ഹലോ സാറേ, എന്നാ ജോയിൻ ചെയ്ത്? നവംബർ 1. നല്ല ദിവസം നോക്കി തന്നിരിക്കല്ലേ. വിജിലൻസ് തന്നെയാണോ? അതാവുമ്പോ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒതുക്കെ അവസാനിപ്പിച്ചിട്ടില്ല അല്ലേ? സാറേ, നമുക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒന്ന് ഇറങ്ങാവോ? പിന്നെന്താ സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എല്ലാം അറിഞ്ഞു. ഈ ജസ്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈവനിങ് അങ്ങോട്ട് വരാം. ആ സർ. ശരി. ഹലോ സാറേ, ഞാനേ ഒരു മിനിറ്റ്. എന്തോ? ജസ്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ടെന്ന്. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ശരി ശരി. സർ, സാറിനെ കാണാൻ ഒരാള് വന്ന് നിൽപ്പുണ്ട്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആള് തന്നെയാ, ജസ്റ്റിൻ. ജസ്റ്റിൻ ഡിസൂസ? അതെ സർ. കയറിയിരിക്കാൻ പറഞ്ഞോ? ആ, ഞാൻ ഹാളിൽ ഇരുത്തിയിട്ടുണ്ട്. പവിത്ര. ആ സർ. ആൻസിയോടും കൊച്ചാപ്പനോടും റൂമിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ വിളിച്ചിട്ട് പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറയും. ആ ശരി സർ. അതെ, കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു സർ. വണ്ടിയിൽ വേറെ ആളുണ്ടോന്ന് അറിയില്ല. ചെല്ല. പത്മനാഭ, CCTV എല്ലാം ലൈവ് അല്ലേ? എല്ലാം ലൈവാണ് സർ. സെക്യൂരിറ്റി വിളിച്ച് ഗേറ്റ് അങ്ങ് ലോക്ക് ചെയ്യാൻ പറ. ശരി സർ. ആൻസി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. ആ മുറിയിലോട്ട് ഇരിക്കാം. അയാൾ വന്നിട്ടുണ്ട്, ആ ജസ്റ്റിൻ ഡിസൂസ. അയാൾ ഇപ്പൊ നിങ്ങൾ അയാളെ കാണണ്ട. സാറ് സംസാരിച്ചിട്ട് വിളിക്കും. വാ, വേഗം ചെല്ലാം, മുറിയിലോട്ട് ഇരിക്കെ. വേഗം പോ, ഓഫ് ചെയ്തേതൊക്കെ.
ജസ്റ്റിൻ, ഹാ, ഗുഡ് മോർണിംഗ് സർ. സാറിന് എന്നെ അറിയാമല്ലേ? നിങ്ങളിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപക്ഷെ സിനിമയിലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു പോപ്പുലാരിറ്റി കിട്ടില്ല, അല്ലേ ജസ്റ്റിൻ? ഞാനായിട്ട് പോപ്പുലർ ആക്കിയതല്ലല്ലോ സാർ, സാറാണ് അതിന് കാരണക്കാരൻ. അതുകൊണ്ടാണ് സാറിനെ കാണാൻ വന്നതും. സാറിരുന്ന എനിക്കും ഇരിക്കാം. ഇരിക്കേ. എത്ര സിനിമകളിൽ അഭിനയിച്ചു? സിനിമകളുടെ എണ്ണം കുറവാ, കൂടുതലും ആർട്ട് ഫിലിംസാ. അതിൻ്റെ ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ മതി സാർ, എൻ്റെ വേറെ ബുക്സ് എല്ലാം അതിലുണ്ട്. പിന്നെ ഞാൻ എവിടെ ആയിരിക്കും, എന്തായിരിക്കും, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നാട് വിട്ടോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുമെന്നറിയാം. സാർ അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയാ ഞാൻ നേരിട്ട് വന്നത്. ഈ പോൺ വീഡിയോയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് സിനിമയിൽ രക്ഷപ്പെടാത്തതുകൊണ്ടാണോ? സോറി സാർ, ഞാനൊരു പോൺ വീഡിയോയിൽ അഭിനയിച്ചിട്ടില്ല. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ വീഡിയോ പകർത്തിയത് ഞാൻ തന്നെയാ. അത് അവളുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെയാ. അവൾക്ക് അവളുടെ സ്വകാര്യത സൂക്ഷിക്കാൻ അവൾ കൂടി ആവശ്യപ്പെട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഞങ്ങളത് സേഫായിട്ട് സൂക്ഷിച്ചതാ. ബട്ട് പിന്നതെപ്പോഴും ലീക്കായി. റിയലി സംഭവിച്ചത് അതാ. അതെവിടെ വെച്ചായിരുന്നു? ബാംഗ്ലൂരോ കേരളത്തിലോ അതോ അങ്ങ് ബോംബെയിലോ? എവിടെ വെച്ചായിരുന്നു? സാർ, അതൊക്കെ എൻ്റെ സ്വകാര്യ കിടപ്പുറ രഹസ്യങ്ങളാണ്. സാറിനും ഫാമിലി ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ പ്രായത്തിൽ സാറിനും വേറെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി കാണുമല്ലോ. അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി നമ്മളത് എവിടെയും ഷെയർ ചെയ്യാറില്ല. അതല്ലേ മര്യാദ. അതുകൊണ്ട് എവിടെ വെച്ച് എപ്പോൾ ചെയ്തു അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട സാർ. എല്ലാത്തിനും തെളിവായിട്ട് ആ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലും സാറിൻ്റെ കയ്യിലും ലോകത്തെല്ലാവരുടെ കയ്യിലും ഉണ്ട്. മില്യൺ ആൻഡ് മില്യൺ വ്യൂവേഴ്സ്, ഹോട്ട് ആൻഡ് സെൻസേഷണൽ. സാർ സിനിമയിൽ എനിക്കൊരു നല്ല കരിയർ ഉണ്ടായി വരികയായിരുന്നു. ഹിന്ദി മൂവിയിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ. അഡ്വാൻസ് വാങ്ങി എഗ്രിമെൻറ്റ് ചെയ്തതാ. അപ്പോഴാണ് ഈ വീഡിയോ പുറത്തു വരുന്നത്. ജസ്റ്റിൻ, ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പം നിങ്ങൾ ഈ ഇഷ്യൂ ആയിട്ട് പുറത്തേക്ക് വന്നെന്തിനാ? പുറത്തേക്ക് വരില്ലായിരുന്നു സാർ, ഇപ്പം വരേണ്ടി വന്നതാ. ആരുടെ പ്രശ്നമാണ്? ആരുടെ പ്രശ്നമാണ് നിങ്ങളെ ഇപ്പം ഇവിടെ എൻ്റെ മുമ്പിൽ എത്തിച്ചത്? ആര് പറഞ്ഞിട്ടാ? സാർ, ആരും പറഞ്ഞിട്ടല്ല. എനിക്ക് തന്നെ തോന്നി സത്യം പുറത്തു വരണമെന്ന്. ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞ് വലിയ ഇഷ്യൂസ് കേരളത്തിൽ നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വൈകിയാണ്. കേരള പോലീസ്, കേരള ചീഫ് മിനിസ്റ്റർ, ആ മീഡിയ, പിന്നെ പെൺകുട്ടിയുടെ പേരിലുണ്ടായ കേസ്, അറസ്റ്റ്, ഫാമിലി ഇഷ്യൂസ്, ഡിവോഴ്സ്, ഇതെല്ലാം ആ വീഡിയോ തുടങ്ങിയാണെന്ന് എനിക്കറിയാം സാർ. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ എന്തിനാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് എനിക്ക് തരേണ്ടത്. ആരുടെ നിർബന്ധപ്രകാരമാ? അനന്തനോ, ആദിത്യനോ, അതോ ഋഷിയോ? ആര് പറഞ്ഞിട്ടാ? ആരുടെ പണം വാങ്ങിയിട്ടാ ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പേ വന്നിരിക്കുന്നത്? അവിടെയാണ് സാർ നിങ്ങൾക്ക് തെറ്റിയത്. ഈ പറഞ്ഞ പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. സാറ് തന്നെ ബോധ്യപ്പെടുത്തി തരേണ്ടി വരും അതാരൊക്കെയാണെന്ന്.
ആൻസി വർഗീസിന്റെ ഭർത്താവായ അനന്തകൃഷ്ണൻ നിങ്ങൾക്ക് അറിയില്ല. സാർ, ഈ ആൻസി വർഗീസിന്റെ ഭർത്താവ് ഫിലിം മേക്കർ ആണെന്നും പ്രൊഡ്യൂസർ ആണെന്നും ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞിട്ടുള്ളത്? അനന്തനും ആൻസിയും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പാണോ? വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല സാർ. വിവാഹത്തിന് ശേഷമാണ് അവർ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങൾ ആൻസി വർഗീസിനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാ? സാർ, ഒന്നല്ല, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ച, പറയൂ, എവിടെ വെച്ചാ ആദ്യമായിട്ട് കണ്ടത്? എവിടെയാ? ഓർമ്മയില്ലേ? അതൊരിക്കലും മറക്കില്ല. എറണാകുളത്തൊരു ഫാഷൻ ഷോയും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. 2013. ഞാൻ അധികം ടോക്കറ്റീവ് അല്ല, പക്ഷേ ആൻസിയുടെ അടുത്ത് ഞാൻ വല്ലാതെ അടുത്തു. അതിന് കാരണക്കാരൻ ഞാനല്ല, അവൾ തന്നെ. ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അവളാ, ആൻസി വർഗീസ്. ഫാഷൻ രംഗത്ത് അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ബാംഗ്ലൂർ വരണം, ബോംബെ, ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ അവൾക്ക് ബോട്ടിക്ക് ഓപ്പൺ ചെയ്യണം, ഇതൊക്കെ അവളുടെ ആഗ്രഹങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു പെണ്ണിനെ എന്നാലാവുന്ന സഹായം ചെയ്തു കൊടുക്കണ്ടേ സാർ? ഭർത്താവും കുടുംബമൊക്കെയുള്ള കാര്യം ഞാൻ അവളോട് ചോദിച്ചു. ഭർത്താവ് തിരക്കിലാണ്, അതുകൊണ്ട് സ്വന്തം നിലയിൽ കരിയർ ഡെവലപ്പ് ചെയ്യണം, ഇതൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ് സാർ ഇത്. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ കാരണം എന്താ? അത് നിങ്ങൾ പറഞ്ഞില്ല. സാറിൻ്റെ KGS ഈവനിങ്സിലൂടെ അവൾ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ. അവളെ ചതിച്ചു, വീഡിയോ വ്യാജമാണെന്നൊക്കെ. സീഡാക്ക് പോലുള്ള ഏതോ ഏജൻസി പ്രൂവ് ചെയ്ത് കൊടുത്തതാ ആ വീഡിയോയിലുള്ളത് ഞാനും ആൻസിയും തന്നെയാണെന്ന്. ആ വീഡിയോ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് അവളുണ്ടാക്കിയ ആ ഇഷ്യൂവിന് ശേഷമാണ്. വലിയ വാർത്തയല്ലോ സാർ. മുഖ്യമന്ത്രി അവൾക്കെതിരെ കേസ് കൊടുത്തു, അവൾ ജയിലിലുമായി. ഇപ്പോൾ അവൾ സാറിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വീണ്ടും വെല്ലുവിളിക്കുന്നു. അവളുടെ ഭർത്താവിനുള്ള വൈരാഗ്യം തീർക്കാൻ ഏതൊക്കെയോ കേസുകൾ അട്ടിമറിച്ച് സ്വയം അഗ്നിശുദ്ധി വരുത്തി സ്ത്രീകളുടെ മുന്നിൽ വലിയ മിടുക്കിയാണെന്ന് കാണിക്കാനുള്ള ശ്രമം. അവൾക്ക് രക്ഷപ്പെടാൻ അവൾ നടത്തുന്ന വഴികൾ, അതും എന്നെ കൂടി ഇരയാക്കി. സാർ, അവൾ ഈ കേസിന്റെ പിന്നാലെ പോയില്ലായിരുന്നെങ്കിലും എൻ്റെ കുടുംബമെങ്കിലും പ്രശ്നമില്ലാതെ പോയേനെ സാർ. നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ എവിടെ? സാർ, അത്തരം ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. പെരിന്തൽമണ്ണയിൽ നിങ്ങളുടെ ആരാ ഉള്ളത്? പേരൻസോ? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ആരുമില്ല. കോഴിക്കോടോ? അവിടെയും കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റയ്ക്ക് തന്നെയാണ് സാർ. സാറിനെ വന്ന് കാണണം. ആൻസി വർഗീസിനോട് പറയണം ഇനിയെങ്കിലും ഈ വീഡിയോയുടെ പേരിലുള്ള ഇഷ്യൂ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. എൻ്റെ പേരും എൻ്റെ കിടപ്പുറ വിഷയങ്ങളും ആരുടെയൊക്കെയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് വേണ്ടി കരുവാക്കരുതെന്ന്. താങ്കളെപ്പോലുള്ളൊരു മുതിർന്ന മീഡിയ പേഴ്സൺ ഇതിനൊന്നും മുന്നിട്ട് നിൽക്കരുത്. ആ ഒരു റിക്വസ്റ്റ് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ സാറുകളുമായിട്ടുള്ള പുതിയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതൊക്കെ സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, എനിക്കതൊന്നും ഒരു വിഷയമല്ല. ആൻസി വർഗീസിനെ വെള്ള പൂശി കൊണ്ടുവന്ന് ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാക്കാമെന്ന് സാറ് വിചാരിക്കാൻ തെറ്റാ. അവളെങ്ങും നിൽക്കില്ല, അതവളുടെ ക്യാരക്ടറാണ്. ആൻസി വർഗീസിനെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്നാ ഓർമ്മയുണ്ടോ? കുറച്ച് മെറ്റീരിയൽ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവൾ ബാംഗ്ലൂർ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അന്നും പതിവ് പോലെ പുറപ്പെടുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. അവൾ വന്നു, മെറ്റീരിയൽസ് കൊറിയർ ചെയ്തിട്ട് അവൾ മടങ്ങുകയും ചെയ്തു. ആ ഡേറ്റൊക്കെ പരിശോധിച്ചാൽ സാറിന് അറിയാൻ പറ്റും. 2017 ഓഗസ്റ്റ് മാസം 17-ാം തീയതി. ഈ KGS ഈവനിങ്സിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം.
സാറിനെ അന്വേഷിച്ച് ബോധ്യപ്പെടാമല്ലോ. ബോധ്യപ്പെട്ടിട്ട് സാറിനെ വിളിച്ചാൽ മതി. സാർ അവളെ വിളിച്ചൊന്ന് പറയുക, എൻ്റെ പേരും ഈ വീഡിയോയും വെച്ചിട്ടുള്ള അവളുടെ ബിസിനസ് അവസാനിപ്പിക്കാൻ. അവളുടെ ഭർത്താവുമായി എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസും കേസും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അതിലേക്കൊന്ന് വലിച്ചഴിക്കരുതെന്ന് പറയണം. ഇതൊരു റിക്വസ്റ്റാണ്. ഈ റിക്വസ്റ്റ് എന്നോട് പറയുന്നതിനേക്കാൾ ആൻസിയോട് നേരിട്ട് പറയുന്നതല്ലേ നല്ലത്. കൊച്ചാപ്പാ, ആ ആൻസിക്ക് വിളിക്കുക. ആ മോളെ ആൻസി. ആൻസി ഇവിടെ ഉണ്ടോ സാർ? ഞങ്ങൾ ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കാമെന്നല്ലേ കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞത്. ഞങ്ങൾ ഒരു കുടുംബമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. എന്തേ? എന്തേ? മോളെ 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 ആൻസി, മോളെ വാ. കുഞ്ഞമ്മ, കുഞ്ഞമ്മ. മിസ്റ്റർ ജസിൻ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സുഹൃത്തിനോട് പറയ്. മിസ്റ്റർ ജസിൻ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സുഹൃത്തിനോട് പറയ്. ഇയാള് അതെ, നീ ഉദ്ദേശിക്കുന്ന ആള് തന്നെ. ആൻസി എന്നെ മറന്നുപോയോ? 2017 ഓഗസ്റ്റ് 17 അവസാനം നമ്മൾ തമ്മിൽ കണ്ടത് നിനക്ക് ഓർമ്മയില്ലേ? നീ കാരണം എന്റെ കുടുംബം പോയി, എന്റെ ഭാര്യ പോയി, എന്റെ കുഞ്ഞു പോയി. എടി, നീ കണ്ടിട്ടില്ലെന്നേ പറയത്തുള്ളടി. ആ വീഡിയോയിൽ നീ എല്ലാം തെളിയിക്കാൻ നീ ഇനി എവിടെ പോയാലും അതിന് തെളിഞ്ഞു വരുന്നത് നീയും ഞാനും മാത്രമുള്ള വീഡിയോ ആയിരിക്കും. അത് 100% സത്യമാ. എന്റെ ലൈഫ് നശിപ്പിച്ചത് ഇവളാ. എന്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നതും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതും. എനിക്ക് ഭാര്യ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞോ ഞാൻ ഇവളോട്. ആ വീഡിയോ എടുത്തത് ഇവളോട് പറഞ്ഞിട്ടാ. അത് ഇവിടെ എത്ര തവണ കൊണ്ട് ആസ്വദിച്ചെന്നറിയാമോ? ആൻസി, എല്ലാം ഒഴിവാക്കാന്ന് വിചാരിച്ച് ഞാൻ ഈ സാറിന്റെ കാര്യം റിക്വസ്റ്റ് ചെയ്യാനാ വന്നത്. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ലടി, വെറുതെ വിടില്ല നിന്നെ ഞാൻ. അവര് കൊല്ലുന്നതിന് മുമ്പ് നീ ഇറങ്ങി പോകണം. വിട്. കുഞ്ഞമ്മ, കുഞ്ഞമ്മ കരയല്ലേ, സമാധാനപ്പെടും കുഞ്ഞമ്മ. കുഞ്ഞമ്മ ഇങ്ങനെ കരയാതിരിക്കും, സമാധാനപ്പെട്. കുഞ്ഞമ്മ കരയല്ലേ. സമാധാനിക്ക് ആൻസി. കുഞ്ഞമ്മ വാ, റൂമിലേക്ക് വാ. എഴുന്നേക്ക് കുഞ്ഞമ്മ. കുഞ്ഞമ്മ എഴുന്നേക്ക്. വാ പ്ലീസ്. കുഞ്ഞമ്മ പ്ലീസ് എഴുന്നേക്ക്. വാ, റൂമിലേക്ക് പോ. വാ, എഴുന്നേക്ക്. അകത്തിരിക്കാം. തിരിക്കാം സാറേ, ഇപ്പം എത്തും. ഓഫീസിൽ വന്നാൽ മതിയോ? ഓ, എത്തും. ഇല്ല സാറേ, ആരും വിളിച്ചില്ല. ഇല്ല, ക്രൈംബ്രാഞ്ചിൽ നിന്നും വിളിച്ചില്ല സാറേ. സിറ്റി വിട്ട് എങ്ങോട്ട് പോയാലും അറിയിക്കണമെന്ന് അന്ന് മൊഴിയെടുക്കാൻ പോയപ്പോൾ DOSP പറഞ്ഞു സാറേ.
പകുതി പോലീസ് കസ്റ്റഡിയിലാണോ? ഓ ദൈവമേ, ഞാനാണെങ്കിൽ അബുദാബി വരെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നത്. അത് നടക്കില്ലല്ലോ സാറേ. ശരി ശരി സാറേ, ശരി. എടി ചിത്ര, ഒന്ന് ഇറങ്ങി വാ. സാർ അവിടെ കൊമ്പേ കയറി നിൽക്കുക. ഒന്ന് വാ. ഇപ്പൊ വരാം മനുഷ്യ. ഓ ഒരുങ്ങിക്കോ. കുറച്ച് നാൾ കൂടിയല്ലേ ഇങ്ങനെ ഒരുങ്ങാൻ പറ്റൂ. അവിടെ ചെന്ന വേറെ യൂണിഫോമാ, നെഞ്ചത്തൊരു നമ്പറും. ആ FIR കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം സൂക്ഷിക്കുന്ന നീയല്ലേ. ആ ഫയലിലെങ്ങാനും കാണും. എന്റെ കയ്യിലൊന്നുമില്ല. എന്നാ വണ്ടിയെ കാണും. വാ. ലതേ, ആ ഡോർ ഒന്ന് അടച്ചേരെ. ഋഷി ഇപ്പൊ വരും. ഒന്ന് വേഗം വാടി ഇങ്ങോട്ട്. അതെ, ജസ്റ്റിൻ ഗേജസിന്റെ അടുത്ത് പോയിട്ട് എന്തായി? വിളിച്ചോ? ഇടിയാവും പോവെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പന്തളം ഫോൺ എടുക്കുന്നില്ല. ആകെ കുഴപ്പാന്നാ തോന്നുന്നേ. ആ ഋഷി, എന്തായി മോനെ കാര്യങ്ങള്? ആ മമ്മി, ഒന്നും പേടിക്കാനില്ല. ജസ്റ്റിനെ നമ്മൾ വിചാരിച്ച പോലല്ല. ആളൊരു പുലി തന്നെ. അവൻ അവിടെ ചെന്ന് തകർത്തങ്ങ് വാരി. എന്നിട്ടെന്താവാൻ, അവളവിടെ ഉണ്ടായിരുന്നു, ആൻസി വർഗീസ്. പിന്നെ മമ്മിയുടെ പുന്നാര മോളും. ഓ, അവളും ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്തായി? അത് പറ. മമ്മി, ഇനി ഒന്നും പേടിക്കാനില്ല. അവളും അവനും കൂടെ ഇനി പൊങ്ങി വരില്ല. അത്രയ്ക്ക് നല്ല പണിയല്ലേ കൊടുത്തത്. ഇത് അന്നേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ ഈ കേസൊന്നും പൊങ്ങി വരത്തില്ലായിരുന്നു. ബേബി ഉണ്ടോ കൂടെ? പിന്നെ ഉണ്ട്. ആള് ഭയങ്കര ഹാപ്പി അല്ലേ, തല ഒത്തിരിക്കയല്ലേ. ചക്രപാണി സാറോ? ചക്രപാണി സാറോ നീന്തുവാ. അവരിപ്പോ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുമല്ലേ. ഞങ്ങളിതാ ജസ്റ്റിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. രാത്രിയിൽ ജസ്റ്റിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയെന്ന് ആഘോഷിച്ചാലോ എന്ന് ചെറിയ പ്ലാനുണ്ട്. അത് നല്ലതാ. പോവുകയാണെങ്കിൽ മോനും ബേബി മാത്രം മതി കേട്ടോ. ആ ചക്രപാണിയൊന്നും കൊണ്ടുപോണ്ട. കൊണ്ടുവന്നത് അവന്മാരാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒന്നിനെ. പിന്നെ ചക്രപാണിയാണ് കൊണ്ടുവന്നെന്നുള്ള ഡോമിനേഷൻ ഉണ്ട്. വിട്ടൊന്നും കൊടുക്കരുത്. ജസ്റ്റിനെ നമ്മുടെ ആളാക്കി മാറ്റണം. അതൊക്കെ ഞാൻ ചെയ്തോളാം മമ്മി. ആ പിന്നെ മമ്മിയും പപ്പയും കൂടെ വന്നാലേ പരിപാടിയൊക്കെ ഒന്ന് കൊഴിപ്പിക്കാന്നാ ബേബിച്ചൻ പറയുന്നത്. നിങ്ങൾ ആഘോഷിച്ചോ. ഞങ്ങളെ ആ വക്കീലിന്റെ അടുത്തോട്ട് പോകാൻ ഇറങ്ങിയതാ. വക്കീലിന്റെ അടുത്തോ? മോനോട് വരുന്നുണ്ടോ? അല്ല മമ്മി, അതെ ക്രൈംബ്രാഞ്ച് കേസൊക്കെ അല്ലേ. ഞാൻ വന്നിട്ട് എന്തിനാ വെറുതെ അവിടെ ഇരിക്കാൻ. ഞാൻ എന്താ ഇനി ജസ്റ്റിന്റെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. അതൊക്കെ നോക്കട്ടെ. ആ ശരി, എന്നാല് ഓക്കെ. ഓ ഓക്കെ, ശരി.